എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. HSA മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. വെക്റ്റർ എ വെക്റ്റർ ബി എന്നിവ പൂജ്യമല്ല, സീറോ അല്ലാത്ത, അതായത് നോൺ സീറോ ആയിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. എ ഡോട്ട് ബി സീറോ ആണെങ്കിൽ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സ് എന്തായിരിക്കണം? പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആയിരിക്കണം, അല്ലേ? എ എന്നത് ബിക്ക് ലംബമാണ് എന്നതാണ് ശരി ഉത്തരം. ഓക്കെ, എപ്പോഴും ഓർക്കുക, എ ഡോട്ട് ബി സീറോ ആണെങ്കിൽ എന്തായിരിക്കും? ആ രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. എ ക്രോസ് ബി സീറോ ആണെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. എ ഡോട്ട് ബി സീറോ ആണെങ്കിൽ ആ രണ്ട് വെക്ടറുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. എ ക്രോസ് ബി സീറോ ആണെങ്കിൽ ആ രണ്ട് വെക്ടറുകൾ തമ്മിൽ പാരലൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ട് വെക്റ്റേഴ്സ് കൊളീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? വൺ വെക്റ്റർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് അനദർ വെക്റ്റർ. ഈ മൂന്ന് കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം സ്ഥിരമായിട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ളതാണ്. പിന്നെ ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ, കോയിഫിഷ്യൻ്റ് ആയിട്ട് ഐയുടെയോ ജെയുടെയോ കെയുടെയോ ഒക്കെ കോയിഫിഷ്യൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വന്നിട്ട് ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. അത് ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആവുന്ന രീതിയിലും ചോദിക്കാം, ക്രോസ് പ്രോഡക്റ്റ് സീറോ ആവുന്ന രീതിയിലും ചോദിക്കാം. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് സീറോ ആവുന്നതും കറക്റ്റായിട്ട് നോക്കി വെക്കണം, അതും ചോദിക്കാറുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 32x എന്ന സമവക്രത്തിൻ്റെ, അതായത് പരാബോളയുടെ 2,8 എന്ന പോയിന്റിലെ തൊടുവര ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, പോയിന്റ് ഓഫ് ടാൻജൻസി കണ്ടീഷൻ ഉപയോഗിച്ചൊക്കെയാണെങ്കിൽ ചെയ്യാം. അതിലും ഭേദം ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലേ? dy/dx അറ്റ് x0 y0 എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടും. സ്ലോപ്പും പോയിന്റും ഉണ്ടെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാം. സോ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 32x ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു 32 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. ഫ്രം ദാറ്റ് ഇവിടെ നമുക്ക് 2ഉം 32ഉം കട്ട് ചെയ്യാം, 16 വരും, അല്ലേ? അവിടുന്ന് dy/dx ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ y ഇസ് ഈക്വൽ ടു 16/y എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 8. 16/8 എത്രയാണ്? 2 വരും. സോ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടി എത്രയാണ്? 2. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് dy/dx അറ്റ് x0 y0നെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. ഈ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലിനെയാണ് സ്ലോപ്പ് ഓഫ് നോർമൽ എന്നുള്ള പേരിട്ട് വിളിക്കുക, അല്ലേ? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിന് ഒരു നെഗറ്റീവ് കൊടുത്ത് തിരിച്ചിടുക, റെസിപ്രോക്കൽ എടുക്കുക, വ്യുൽക്രമം എടുക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിനെയാണ് സ്ലോപ്പ് ഓഫ് നോർമൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. നോർമലിനെ ലംബ വര എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോർമലിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ സിയും ഡിയും അല്ല എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം y ഈക്വൽ ടു mx പ്ലസ് സി ഫോർമാറ്റിൽ എം ആയിരിക്കണം സ്ലോപ്പിനെ കാണിക്കുന്നത്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ ഓപ്ഷൻ എയോ ബിയോ ആവാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പോയിൻ്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എടുക്കാം. y മൈനസ് y0 ഇസ് ഈക്വൽ ടു എന്താണ്? m ഇൻറ്റു എക്സ് മൈനസ് x0. y മൈനസ് y0 എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 8 ഇസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 2 ഇൻറ്റു എക്സ് മൈനസ് x0 എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് 2. സോ y മൈനസ് 8 ഇസ് ഈക്വൽ ടു എന്ത് വരും? y മൈനസ് 8 ഇസ് ഈക്വൽ ടു 2x മൈനസ് 4 എന്ന് വരും. ഓക്കെ, മൈനസ് 8ഉം കൂടെ നമുക്ക് ഇപ്പോൾ എടുക്കാം. y ഇസ് ഈക്വൽ ടു 2x മൈനസ് 4
+8 -8 ഇപ്പുറം വന്ന +8 8ൽ നിന്ന് 4 കുറച്ച് 4 വരും 2x + 4 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക അല്ലേ. ഇവിടുന്ന് y = 2x 8ൽ 4 കുറച്ച് +4 y = 2x + 4. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. വെക്റ്റർ A = 3i + aj + k, b = i + 2j - 7k എന്നിവ ലംബമായിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ മോഡലാണ്. ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, സമാന്തരം എന്ന് പറഞ്ഞാൽ പാരലൽ. പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോൾ എയുടെ മൂല്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് ചോദ്യം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് a.b എടുത്താൽ എന്ത് കിട്ടണം? നമുക്ക് 0 കിട്ടണം. ഓക്കെ, അതായത് ഐയുടെ കോയിഫിഷ്യൻറ്റ് 3 × 1 പ്ലസ് ജെയുടെ കോയിഫിഷ്യൻറ്റ് a × 2 പ്ലസ് കെയുടെ കോയിഫിഷ്യൻറ്റ് 1 × -7 = 0 വരണം. ഓക്കെ, അതായത് 3 + 2a - 7 = 0. അതായത് 2a = -7 ഇപ്പുറം വന്ന 7 +3 ഇപ്പുറം വന്ന -3 2a = 4 എന്ന് വരും അല്ലേ. 4 3 ആണ് 7. അവിടുന്ന് എയുടെ വാല്യൂ എന്ത് കിട്ടും? 4 / 2 = 2 വരും ആൻസർ. ഓപ്ഷൻ ബി 2 ആണ് എന്ത് കിട്ടുക? എയുടെ വാല്യൂ കിട്ടുക. ഓക്കെ ആണേ. a = 2. ഓക്കെ, നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. r = xi + yj + zk ആണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് r എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചു വെക്കേണ്ടതാണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇത് കഴിഞ്ഞ എക്സാമിന് വന്നതാണ്. ഡൈവേർജൻസ് ഓഫ് r എന്ന് പറയുന്നത് 3 ആണ്. കേൾ ഓഫ് r എന്ന് പറയുന്നത് 0 ആണ്. കേൾ ഓഫ് r 0 ആയതുകൊണ്ടാണ് r ഈസ് ഇറോട്ടേഷണൽ എന്ന് നമ്മൾ പറയാം. r എന്ന് പറയുന്നത് എന്താണ്? ഇറോട്ടേഷണൽ ആണ്. ഡൈവേർജൻസ് 0 ആണെങ്കിൽ എന്താണ്? സോളിനോയിഡലാണ്. ഇറോട്ടേഷണലും സോളിനോയിഡലും ഫ്രീ ഓഫ് സോഴ്സും ഫ്രീ ഓഫ് സിങ്കും ഒക്കെ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. സോ ഡൈവേർജൻസ് ഓഫ് r എന്താണ് കിട്ടുക? ആൻസർ നമുക്ക് 3 ആണ് കിട്ടുക. ഓക്കെ, ഡൈവേർജൻസിൻ്റെ ഫോർമുല എന്താണ്? ∂f1/∂x ഡൈവേർജൻസ് ഓഫ് r = ∂f1/∂x + ∂f2/∂y + ∂f3/∂z. ഓക്കെ, ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് ഇസ് എ സ്കെയിലാർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡൈവേർജൻസ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ് ഇസ് എ വെക്റ്റർ ദാറ്റ് ഈസ് കോൾഡ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇവിടെ ∂/∂x ഓഫ് f1 എന്ന് പറയുന്നത് ഐയുടെ കോയിഫിഷ്യൻറ്റ് x പ്ലസ് ∂/∂y ഓഫ് f2 എന്ന് പറയുന്നത് ജെയുടെ കോയിഫിഷ്യൻറ്റ് y, ∂/∂z ഓഫ് f3 എന്ന് പറയുന്നത് കെയുടെ കോയിഫിഷ്യൻറ്റ് z. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 1, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 1, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z 1. ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. 1 + 1 + 1 3 കിട്ടും. ഇനി ഇതിൻ്റെ കേൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻറ്റ് ijk ∂/∂x ∂/∂y ∂/∂z ijkയുടെ കോയിഫിഷ്യൻസ് x y z താഴെ എഴുതണം. ഓക്കെ, ഇത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0 ആയിരിക്കും കിട്ടുന്നത്. കേൾ 0 ആയതുകൊണ്ട് തന്നെ r എന്നത് ഇറോട്ടേഷണൽ ആണ്. r സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെക്ടറാണ്, അറിയാലോ അല്ലേ. xi + yj + zk. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് f.dr എന്നുള്ള ഇൻ്റഗ്രൽ f.dr ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ പ്രവൃത്തി കണ്ടുപിടിക്കാൻ, വർക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഈ dr ഒക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. എക്സാമിന് r എന്താണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തരണം എന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 5. ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന സിദ്ധാന്തം ഏത് എന്നുള്ളതാണ് ചോദ്യം. ദ റിലേഷൻ ദാറ്റ് ഡയറക്ട്ലി കണക്ട്സ് ലൈൻ ഇൻ്റഗ്രൽ ആൻഡ് സർഫസ് ഇൻ്റഗ്രൽ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന കമൻ്റാണ് ഈ
വെക്റ്റർ ഇൻ്റഗ്രൽ തിയറംസ് വലിയ പ്രാധാന്യം കൊടുക്കണോ എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ഒരുപാട് ലെങ്തി ക്വസ്റ്റ്യനും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ വരില്ല. കാരണം ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ ഇതിനകത്ത്. അപ്പോൾ അത്തരത്തിൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇനി മിക്കവാറും ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് അറിയാവുന്ന ചിത്രങ്ങളുടെ വോളിയൂംസ് ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. വോളിയം ഈസ് യൂസ്ഡ് വോളിയം കണ്ടുപിടിക്കാനാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ, ഏരിയ കണ്ടുപിടിക്കാൻ ഡബിൾ ഇൻ്റഗ്രലും. അത് സർഫസ് ഇൻ്റഗ്രലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട സാധനം ഇപ്പോൾ ഒരു ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന പ്ലെയിൻ മുതൽ ഇസഡ് ഇസ് ഈക്വൽ ടു 9 എന്ന പ്ലെയിൻ വരെയുള്ള വോളിയം കണ്ടുപിടിക്കുക. അത് സിലിണ്ടർ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടും. 9 - 1 8 എടുത്താൽ നമുക്ക് ഹൈറ്റ് കിട്ടും. എന്നിട്ട് πr² വെച്ച് നിങ്ങൾ വോളിയം എടുത്താൽ മതി. അപ്പോൾ തന്നെ ആൻസറായി. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ആ സ്റ്റാൻഡേർഡായിട്ട് വോളിയൂംസ് അറിയാവുന്ന ഫിഗറുകളായിരിക്കും തരുന്നുണ്ടാവുക. ഇനി അറിയാത്ത വോളിയൂംസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എലിപ്സോയിഡ്, പാരലലോപിപ്പിഡ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വോളിയൂംസ് എന്തായാലും നിങ്ങൾ വോളിയൂംസ് ഫോർമുല പഠിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. നോക്ക്, ലൈൻ ഇൻ്റഗ്രലും പ്രധാനമായിട്ടും നമ്മുടെ കാർഡിയോയിഡിൻ്റെ ഏരിയ ഒക്കെ സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഏരിയ കണ്ടുപിടിക്കുന്ന ചോദ്യമാണെങ്കിൽ ഏരിയ കാണാതെ പഠിച്ച് നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയൂംസിൻ്റെയും ഏരിയാസിൻ്റെയും ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇന്ന കേസ് അവിടുന്ന് നമുക്ക് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കാണ്ട് തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന സിദ്ധാന്തം ഏതാണ്? ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്സ് തിയറം ആണ് അല്ലേ? ലൈൻ ഇൻ്റഗ്രൽ F.T എന്നുള്ളത് ഡബിൾ ഇൻ്റഗ്രൽ കേൾ എഫിലേക്ക് മാറ്റുന്ന സംഗതിയാണ് സ്റ്റോക്സ് തിയറം. കേൾ എഫ് ഡോട്ട് എൻ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചിരിക്കുക, ഡിറക്റ്റ് റിലേഷൻ ആണ്. മറ്റേ നിങ്ങൾക്ക് ഗ്രീൻസ് തിയറമായിട്ട് സംശയം ഉണ്ടാവരുത്. സർഫസ് ഇൻ്റഗ്രലിലേക്ക് ഡയറക്റ്റ്ലി മാറ്റുന്നത് എന്ത് തന്നെയാണ്? സ്റ്റോക്സ് തിയറം തന്നെയാണ്. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ആണ് എന്ത്? നമ്മൾ പറഞ്ഞ ഗ്രീൻസ് തിയറം. ഇൻ്റഗ്രൽ f(dx + g(dy) is equal to ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ ∂g/∂x - ∂f/∂y എന്ന് പറയുന്നതാണ് ഗ്രീൻസ് തിയറം. അതിൻ്റെ ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ എക്സാമിന് വരാറുണ്ട്. അത് നമുക്ക് നോക്കണം കേട്ടോ. വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ. 6ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. r(t) is equal to 2 cos t I plus 2 sin t j plus √5 t k 0 less than or equal to t less than or equal to pi എന്ന ആർക്കിൻ്റെ നീളം കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് ആർക്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം ഇവിടെ നിങ്ങൾ ടാൻജൻറ്റ് വെക്ടർ, യൂണിറ്റ് ടാൻജൻറ്റ്, ലെങ്ത് ഓഫ് ആർക്ക്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോക്കി വെക്കണം. അതിലേതെങ്കിലും ഒരെണ്ണം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ വെക്ടേഴ്സിൻ്റെ ആദ്യ ഭാഗവുമായി ബന്ധപ്പെട്ട്. നോക്ക്, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? L is equal to ഇൻ്റഗ്രൽ മോഡുലസ് ഓഫ് r' dt ആണ് ഫോർമുല. ഓക്കെ, സോ ഹിയർ r(t) എന്ന് പറയുന്നത് എന്താണ്? r(t) എന്ന് പറയുന്നത് 2 cos t I plus 2 sin t j plus √5 t k. r' എടുക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2 ഇൻറ്റു cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് sin t I പ്ലസ് 2 ഇൻറ്റു sin ടിയുടെ ഡെറിവേറ്റീവ് cos t j പ്ലസ് √5 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 വരും k. ഇനി ഇതിൻ്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് ഓഫ് r' ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -2 sin ടിയുടെ സ്ക്വയർ, -2ൻ്റെ സ്ക്വയർ 4, sin ടിയുടെ സ്ക്വയർ sin സ്ക്വയർ t, 2ൻ്റെ സ്ക്വയർ 4, cos ടിയുടെ ഡെറിവേറ്റീവ് cos സ്ക്വയർ t, √5ൻ്റെ സ്ക്വയർ എന്താണ്? 5.
സോ റൂട്ട് ഓഫ് ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് 4 പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവുക എന്താണ്? സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. അത് 1 ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. പ്ലസ് 5. സോ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആയി മാറി. ബാക്കി 4 ഉണ്ട് പ്ലസ് 5. 5 4 9. 9ൻ്റെ റൂട്ട് എത്രയാണ്? 3. സോ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ എടുക്കാൻ പോവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടിയുടെ ലിമിറ്റ് 0 മുതൽ പൈ വരെയാണ്. അപ്പോൾ 0 ടു പൈ. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി 3 ആണ്. 3 ഡി ടി. സോ 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്. ഓവർ ദ ലിമിറ്റ് 0 ടു പൈ. 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ പൈ വരും. ആൻസർ എന്ത് വരും? 3 പൈ വരും. ഓപ്ഷൻ സി 3 പൈ ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. 7ാമത്തെ ചോദ്യം നോക്കിക്കേ. നോക്ക്, ഇത് ഗ്രീൻസ് തിയറം വരുന്ന ഒരു ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നോക്കി വെക്കണം. സിമിലർ ക്വസ്റ്റ്യൻ. എഫും ജിയും മാറ്റി തരുന്നേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഫുൾ സർക്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ സെമി സർക്കുലർ പോർഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വരും. നോക്ക്, സി എന്നത് എക്സ് അക്ഷവും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന യൂണിറ്റ് സർക്കിളാണത്. ആ വൃത്തത്തിൻ്റെ മുകൾ ഭാഗം അപ്പർ സെമി സർക്കിൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ ആ റീജിയണിൻ്റെ എന്താണ് അതിർത്തിയുമാണെങ്കിൽ, ബൗണ്ടറി ആണെങ്കിൽ, അവിടെ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദ്യം. നോക്ക്, സോ ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ജി ഇൻറ്റു ഡി വൈ രൂപമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയറം എന്താണ്? നമ്മൾ ഗ്രീൻസ് തിയറമാണ് ഉപയോഗിക്കുക, അല്ലേ? ലൈൻ ഇൻ്റഗ്രൽ വെച്ച് ചെയ്യാൻ, പക്ഷേ ഒരുപാട് സമയം എടുക്കും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൺ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ എന്ന ഗ്രീൻസ് തിയറം ഉപയോഗിക്കണം. നോക്ക്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? എഫ്. എഫ് എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ആൻസർ എന്ത് വരും? 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 0 ആണ്. വൈ സ്ക്വയറിൻ്റെത് 2y. ആൻസർ മൈനസ് 2y വരും. ഓക്കെ, അപ്പോൾ അതായി. ഇനി ഇതെന്താണ് സാധനം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ജി ആണ്. ജി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഡോ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിൻ്റെത് 0 ആവും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എങ്ങനെ മാറും? ഡബിൾ ഇൻ്റഗ്രൽ ഡോ ജി ബൈ ഡോ എക്സ് എന്നത് 2x വരും, മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് 2y വരും, ഡി എ. ഓക്കെ, സോ ഡബിൾ ഇൻ്റഗ്രൽ 2x പ്ലസ് 2y ഡി എ എന്ന് വരും. ഓക്കെ, ഒരു 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് വൈ ഡി എ എന്ന് വരും. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, സർക്കുലാർ പോർഷനിലോ സെമി സർക്കുലാർ പോർഷനിലോ ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് എളുപ്പം? പോളാർ ഫോമിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോളാർ ഫോമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് അറിഞ്ഞിരിക്കണം. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്, ഡി എ ഇസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ. ഇതാണ് പോളാർ ഫോമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇനി സെമി സർക്കുലർ പോർഷൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. സർക്കിളിൻ്റെ പകുതിയുള്ള പോർഷനാണ്, സെമി സർക്കുലർ പോർഷനാണ്. ഇപ്പോൾ തീറ്റയുടെ വേരിയേഷൻ, തീറ്റയുടെ ലിമിറ്റ് 0 മുതൽ കറങ്ങി 2π വരെ ആകുമ്പോഴാണ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇവിടെ 0 മുതൽ π വരെയുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി റേഡിയസ് എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്. സോ 0 മുതൽ 1 വരെയാണ് റേഡിയസിൻ്റെ വേരിയേഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ മാറുമോ നോക്കിക്കേ. 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ എക്സിന് പകരം ആർ കോസ് തീറ്റ പ്ലസ് വൈക്ക് പകരം എന്ത് വരും? ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ. ഡി എക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ. ഇനി ഇവിടെ ഉള്ളിൽ വരുന്നത് ഡി ആർ ആണ്. അപ്പോൾ റേഡിയസിൻ്റെ വേരിയേഷൻ ആണ് ഇൻസൈഡ് വരേണ്ടത്. റേഡിയസിൻ്റെത് 0 to 1. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്നത് 0 മുതൽ π വരെയാണ്. അതിൻ്റെ വേരിയേഷൻ ഔട്ട്സൈഡ് വരണം, 0 to π ലിമിറ്റ്. ഓക്കെ,
സോ ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ഇൻ്റഗ്രൽ 0 ടു 1. ഈ രണ്ട് ടേംസിൽ നിന്ന് 6 പുറത്തെടുക്കാം. ആ പുറത്ത് വന്ന 6ഉം ഓൾറെഡി പുറത്തൊരു 6 ഉണ്ട്, അതുമായിട്ട് ചേർന്ന് r² ആവും. r² ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ dr d തീറ്റ. അപ്പോൾ ഇൻസൈഡ് ഉള്ള ഫംഗ്ഷൻ പ്രോഡക്റ്റും എല്ലാ ലിമിറ്റുകളും കോൺസ്റ്റൻറ്റും ആയതുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ. ഇൻസൈഡ് ഫംഗ്ഷൻസ് പ്രോഡക്റ്റും ആയിരിക്കണം, എല്ലാ ലിമിറ്റുകളും കോൺസ്റ്റൻറ്റും ആയിരിക്കണം. ഏതെങ്കിലും ഒരു വേരിയബിൾ ലിമിറ്റ് വന്നാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 2 ഇൻറ്റു 0 ടു പൈ തീറ്റ വരുന്ന ആൾക്കാർ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ അത്രയും ഡി തീറ്റ ഇൻറ്റു 0 ടു 1 റേഡിയസ് വരുന്നത് r², റേഡിയസിൻ്റെത് dr. ഓക്കെ, ഇത് ചെയ്തെടുക്കുക നമുക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് തീറ്റ ഓവർ ദ ലിമിറ്റ് 0 ടു പൈ. r²ൻ്റെ ഇൻ്റഗ്രൽ r³ 3 ഓവർ ദ ലിമിറ്റ് 0 ടു 1. ഓക്കെ, ഇനി ലിമിറ്റ് കൊടുക്കുക. 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക. സൈൻ n പൈ ജനറലി 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സൈനകത്ത് ഏത് മൾട്ടിപ്പിൾ ഓഫ് പൈ വന്നാലും 0 ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം സൈൻ പൈ 0 ആയി. മൈനസ് കോസ് n പൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 -1 വരും. ഓക്കെ, അപ്പർ ലിമിറ്റ് പരിപാടി കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തേ. സൈൻ 0 ആണ്, മൈനസ് കോസ് 0 1 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ സെറ്റായി. ഇനി നമുക്ക് r³ അവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. എന്ത് വരും? 1³ അഥവാ 1/3 എന്ന് വരും. ശരിയാണല്ലോ, 1/3 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഫൈനൽ ആൻസറിലേക്ക് അടുക്കാറായി. 2 ഇൻറ്റു മൈനസ് ഓഫ് -1 1 ആണ്, വീണ്ടും മൈനസ് ഓഫ് -1 പ്ലസ് 1 ആണ്, ഇൻറ്റു 1/3. നോക്ക്, 2 ഇൻറ്റു 1 + 1 2, 2 ഇൻറ്റു 2 4 വരും /3. സോ ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ്? 4/3 ആണ് നമുക്ക് ആൻസർ കിട്ടുക. നോക്കിക്കേ, ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി, 4/3 ഈസ് ദ ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. വെക്റ്റർ A is equal to 3i plus j minus 2k. വെക്റ്റർ B is equal to i minus 3j plus 4k എന്നിവ സമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലലോഗ്രത്തിൻ്റെ സമീപവശങ്ങൾ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡുകളാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാലും പരപ്പളവ് എന്ന് പറഞ്ഞാലും എന്താണ്? ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഏരിയ ഓഫ് പാരലോഗ്രാം ഇഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഗിവൺ, ഏരിയ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് A ക്രോസ് B. ഇതാണ് ഫോർമുല. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു മോഡ് A ക്രോസ് B വന്നേനെ. ഓക്കെ, ഡയഗണൽസ് തന്നിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ മോഡ് D1 ക്രോസ് D2 ആണ്. ഇത് മൂന്നും ചോദിച്ച ചോദ്യങ്ങളാണ്, മസ്റ്റായിട്ട് നോക്കി വെക്കണം. നോക്ക്, സോ എന്താണ്? A ക്രോസ് B കണ്ടുപിടിക്കുക, അതിൻ്റെ മോഡുലസ് എടുക്കുക. A ക്രോസ് B is equal to ഡിറ്റർമിനൻറ്റ് I J K ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. നോക്ക്, സോറി ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് ഒക്കെ കേള് കണ്ടുപിടിക്കുന്ന കേസാണ്. കുറച്ച് മുമ്പേ അത് പറഞ്ഞ എൻ്റെ ഓർമ്മയ്ക്ക് എഴുതിയാണ്. സോറി. വെക്റ്റർ എയിൽ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എന്താണ്? 3 1 -2 അല്ലേ? 3 1 -2. വെക്റ്റർ ബിയിൽ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് 1 -3 4. നേരത്തെ കേള് പറഞ്ഞതിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ അറിയാണ്ട് അത് വരച്ചപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. അറിയാമല്ലോ, ക്രോസ് എടുക്കാനായിട്ട് ഡിറ്റർമിൻ്റ് ഐ ജെ കെ, വെക്റ്റർ എയിൽ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എഴുതുക, വെക്റ്റർ ബിയിൽ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എഴുതുക. ഓക്കെ,
സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? I ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു -2 6 വരും. മൈനസ് ജെ ഇൻറ്റു ഉള്ള റോയും കോളം കളഞ്ഞാൽ 12 പ്ലസ് 2 വരും. -2 ആണ്. പ്ലസ് കെ ഇൻറ്റു കെ ഉള്ള റോയും കോളം കളഞ്ഞാൽ -9 -1 വരും. ഓക്കെ. സോ 4 6 കുറച്ച് -2i 12 2 -14j മൈനസ് എന്താ വരുന്നത്? കെ ഇൻറ്റു -9 -1 -10 വരും അല്ലേ? -10k. ഇനി ഇതിൻ്റെ മോഡുലസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നോക്ക്, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ 4, 14ൻ്റെ സ്ക്വയർ 196, -10ൻ്റെ സ്ക്വയർ 100 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 196 4 200 100 300. 300നെ എനിക്ക് 3 ഗുണം 100 എന്ന് എഴുതാം. 100ൻ്റെ റൂട്ട് 10, ബാക്കി റൂട്ട് 3, 10 റൂട്ട് 3. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി 10 റൂട്ട് 3 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. 9ാമത്തെ ചോദ്യം വരാം. വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk എന്ന വെക്റ്റർ ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇത് ഇറോട്ടേഷണൽ ആണ്. ശരിയല്ലേ? കാരണം കേൾ എഫ് എന്താണെന്ന് അറിയാം, നമുക്ക് 0 ആണെന്ന് അറിയാം. ഡൈവേർജൻസ് ഓഫ് എഫ് 3യും കേൾ എഫ് 0 ആണ്. എഫ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ ഇത് എന്താണ്? വെക്റ്റർ 6 ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ? സോ തീർച്ചയായിട്ടും എന്താണെന്ന് പറയാം? ആൻസർ ഇറോട്ടേഷണൽ ആണ്. 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു വെക്റ്റർ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള ചോദ്യമാണ്. സി എന്ന വക്രം എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ടി ക്യൂബ്, വൈ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ, ഇസഡ് ഇസ് ഈക്വൽ ടു 2t, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന രീതിയിൽ നിർവചിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ സി 4xyz dz എന്താണെന്നാണ് ചോദ്യം. 4xyz dx എന്താണെന്നാണ് ചോദ്യം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ടി ക്യൂബ് ആണ് അല്ലെ? എക്സ് എന്ന് പറയുന്നത് ഹാഫ് ടി ക്യൂബ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ടി ക്യൂബ്. അപ്പോൾ ആദ്യമേ ഇതിനെ എന്ത് കണ്ടുപിടിക്കുക? ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി എക്സ് വേണമല്ലോ നമുക്കിത് അല്ലേ? ഡി എക്സ് എടുത്താൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ dt. ഓക്കെ, അതായത് 3/2 ടി സ്ക്വയർ ഡി ടി. ശരിയാണല്ലോ? 3/2 ടി സ്ക്വയർ ഡി ടി എന്ന് കിട്ടും. എന്ത്? ഡി എക്സ്. ഇനി നമുക്കിവിടെ വാല്യൂസ് കൊടുക്കാം. ഇൻ്റഗ്രൽ പൂർണ്ണമായും ടിയിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. 4 ഇൻറ്റു എക്സിന് പകരം ഹാഫ് ടി ക്യൂബ് ഇൻറ്റു വൈക്ക് പകരം ടി സ്ക്വയർ ഇൻറ്റു ഇസഡിന് പകരം 2t ഇൻറ്റു ഡി എക്സിന് പകരം 3/2 ടി സ്ക്വയർ ഡി ടി. ടിയുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 1 വരെ. ഓക്കെ, ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ നോക്കിക്കേ. ഇവിടെ നമുക്കൊരു 2 ഇൻറ്റു 2 4 വെട്ടാം. ഓക്കെ, ബാക്കിയൊന്ന് ഈ ഒരു 23 6 ഉണ്ട്. ഇൻ്റഗ്രൽ 0 to 1 ടി ക്യൂബും ടി സ്ക്വയറും ടി റൈസ് ടു 5, ടി റൈസ് ടു 5ഉം ടിയും ടി റൈസ് ടു 6, ടി റൈസ് ടു 6ഉം ടി സ്ക്വയറും ടി റൈസ് ടു 8 ഡി ടി. 6 ഇൻറ്റു ടി റൈസ് ടു 8ൻ്റെ ഇൻ്റഗ്രൽ ടി റൈസ് ടു 9/9 ഓവർ ദ ലിമിറ്റ് 0 to 1. സോ 6 ഇൻറ്റു 1/9 വരും. ലോവർ ലിമിറ്റ് 0 ആണ്ട് കൊടുക്കണ്ട. 3 കൊണ്ട് കട്ട് ചെയ്താൽ 23 6 3 9. ഓപ്ഷൻ സി 2/3 വരും ആൻസർ. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്നിവ 3 വെക്ടറുകളാണെങ്കിൽ എ ക്രോസ് ബി ക്രോസ് സി എന്താണ്? എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ടി പി ആണ് അല്ലേ? വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരിക. എ ഡോട്ട് സി ഡോട്ട് ബി മൈനസ് എ ഡോട്ട് ബി ഡോട്ട് സി. ബ്രാക്കറ്റുകൾ ശ്രദ്ധിച്ചിടണം. ഓക്കെ,
സോ ദിസ് ഈസ് VTP അഥവാ വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. പിന്നെ STP നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. STP എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. A ഡോട്ട് B ക്രോസ് C എന്ന് പറയുന്നത് ബോക്സ് ABC ആണ്. ബോക്സ് പ്രോഡക്റ്റ് ഓഫ് A, B ആൻഡ് C. ബോക്സ് പ്രോഡക്റ്റ് ഓഫ് ABCയുടെ ആപ്ലിക്കേഷൻ എന്താണ്? വോളിയം ഓഫ് പാരലലോപിപ്പിഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതും നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ടു ഐ പ്ലസ് 4j മൈനസ് 5k, I പ്ലസ് 2j പ്ലസ് 3k എന്നീ വെക്ടറുകളുടെ തുകയ്ക്ക് സമാന്തരമായ യൂണിറ്റ് വെക്ടർ. സമാന്തരം എന്ന് പറഞ്ഞാൽ പാരലൽ. ഓക്കെ, സമാന്തരമായ യൂണിറ്റ് വെക്ടർ എന്താണെന്നാണ് ചോദ്യം. സമാന്തരമായ തുകയ്ക്ക് സമാന്തരമായ വെക്ടർ കണ്ടുപിടിക്കാം. A പ്ലസ് ബി എടുത്താൽ മതി. ഓക്കെ, A പ്ലസ് ബി എടുക്കുമ്പോൾ എന്ത് വരും? 2iയും iയും കൂട്ടി 3i മൈനസ് 4jയും 2jയും കൂട്ടി 6j മൈനസ് 5kയും 3kയും കൂട്ടി മൈനസ് 2k. ഓക്കെ, ഇത് നമുക്ക് വെക്റ്റർ സി ആയിട്ട് എടുക്കാം. വെക്റ്റർ സിക്ക് സമാന്തരമായിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് സി ക്യാപ്പ് ആണ്. അത് വെക്റ്റർ സി ബൈ മോഡ് സി ആണ് അല്ലേ? ദാറ്റ് ഈസ് 3i പ്ലസ് 6j മൈനസ് 2k ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോഡുലസ് എടുത്താൽ എന്ത് വരും? റൂട്ട് 9 പ്ലസ് 36 പ്ലസ് 4 അല്ലേ? 3ൻ്റെ സ്ക്വയർ 9, 6ൻ്റെ 36 മൈനസ് 2ൻ്റെ 4, 36 4 49, 49. അപ്പോൾ ഡിവൈഡഡ് ബൈ 7 വരും അല്ലേ? 3i പ്ലസ് 6j മൈനസ് 2k ഡിവൈഡഡ് ബൈ 7. 7 കൊണ്ട് കട്ട് ചെയ്താൽ 3/7i പ്ലസ് 6/7j മൈനസ് 2/7k എന്ന് വരും. ഓപ്ഷൻ ബി ശരിയല്ലേ? 3/7i പ്ലസ് 6/7j മൈനസ് 2/7k. 13ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ആ ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാനാണ് ചോദ്യം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് എന്ത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ആ ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആരാണ്? സൈൻ എക്സ്. ജി ഓഫ് എക്സിൽ എക്സ് മാറിക്കൊണ്ട് സൈൻ എക്സ് വരാൻ പോവാണ്. സോ സൈൻ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ സ്ക്വയർ എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്. ആദ്യം സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ പ്രകാരം 2 സൈൻ എക്സ് വരും. ഉള്ളിലുള്ള ഫംഗ്ഷൻ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. 2 സൈൻ എക്സ് കോസ് എക്സ് എന്താണ്? സൈൻ 2x ആണ്. ഓപ്ഷൻ എ. ഓക്കെ, 14ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ സൈൻ 0 0 മൈനസ് 0 ബൈ 0 ക്യൂബ് 0. ദാറ്റ് ഈസ് 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോപിത്താൽ റൂൾ എടുക്കണം. ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ്ലി ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മുകളിലും താഴെയും സെപ്പറേറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കോഷ്യൻ റൂൾ ഒന്നും എടുക്കാണ്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. വീണ്ടും കോസ് 0 1 മൈനസ് 1 3 ഇൻറ്റു 0 സ്ക്വയർ 0. വീണ്ടും 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. എപ്പോഴാണോ പോകുന്നത് അപ്പോൾ വരെ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0, 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൈനസ് 1/6 ഇങ്ങോട്ട് മാറ്റിയാൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, സൈൻ തീറ്റ ബൈ തീറ്റയുടെ തീറ്റ ടെൻസ് ടു 0 ലിമിറ്റ് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മൈനസ് 1/6 ഇൻറ്റു 1 ആൻസർ മൈനസ് 1/6. ഇനി ആ റിസൾട്ട് അറിയത്തില്ലെങ്കിലും വീണ്ടും ഒരു ലോപിത്താലും കൂടെ എടുത്താൽ മതി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വരും, എക്സിൻ്റെത് 1 വരും, വീണ്ടും കോസ് 0 1 വരും. ഓക്കെ, അപ്പോൾ മൈനസ് 1/6 ഇൻറ്റു 1 മൈനസ് 1/6. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക.
15ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സിമിലർ ലോപിത്തൽ റൂളിൻ്റെ ഒരു ചോദ്യമാണ്. ചെയ്തേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ. നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ ഇ റൈസ് ടു 0 1 മൈനസ് 1 മൈനസ് 0 ബൈ 0 സ്ക്വയർ 0 1 മൈനസ് 1 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ എന്ത് ചെയ്യുക, മുകളിലും താഴെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, 1ൻ്റെത് 0 മൈനസ് എക്സിൻ്റെത് 1 എക്സ് സ്ക്വയറിൻ്റെത് 2x. സ്റ്റിൽ ഇ റൈസ് ടു 0 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 0 0 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, 1ൻ്റെത് എന്ത് വരും 0 ബൈ 2 ഇൻറ്റു എക്സിൻ്റെത് 1. ഇനി ലിമിറ്റ് കൊടുക്കുക, ഇ റൈസ് ടു 0 ബൈ 2 ഇ റൈസ് ടു 0 1 ബൈ 2. ഓപ്ഷൻ സി ഹാഫ് ആണ് ആൻസർ വരിക. 16ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5 റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക, നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 5 റൈസ് ടു 0 മൈനസ് 1 ബൈ 0, 5 റൈസ് ടു 0 1 മൈനസ് 1 ബൈ 0 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഓക്കെ, ഡയറക്റ്റ് ഒന്ന് കൊടുത്തു നോക്കണം, ചിലപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ കയറി എൽ ഹോസ്പിറ്റൽസ് റൂൾ ചെയ്യരുത്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5 റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 5 റൈസ് ടു എക്സ് ലോഗ് 5 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി ലിമിറ്റ് കൊടുക്കുക, 5 റൈസ് ടു 0 ലോഗ് 5 എന്ന് കിട്ടും. 5 റൈസ് ടു 0 1 ആവും, ആൻസർ ലോഗ് 5. ലോഗ് 5 എന്ന് പറഞ്ഞാൽ ടു ദ ബേസ് ഇ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. കാരണം എന്താണ്, ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ലോഗ് എ ഡിവൈഡഡ് ബൈ ലോഗ് ബി ആണെന്നറിയാം അല്ലേ. അപ്പോൾ ലോഗ് 5നെ ലോഗ് 5 ടു ദ ബേസ് ഇ എന്ന് എഴുതിയാൽ അതെങ്ങനെ വായിക്കാം, ലോഗ് 5 ബൈ ലോഗ് ഇ. ലോഗ് ഇ 1 ആണെന്നറിയാലോ, അപ്പോൾ ആൻസർ എന്തായി ലോഗ് 5. ഓക്കെ, കോമൺ ലോഗരിതം ടു ദ ബേസ് ഇ ആണെന്നുള്ളത് നമ്മൾ ജനറലി പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ ലോഗരിതം ആൻഡ് നാച്ചുറൽ ലോഗരിതം എന്നൊക്കെ നമുക്കറിയാം. 17ാമത്തെ ചോദ്യം നോക്കോളൂ. y is equal to sin x, ഇത് കുറേ പ്രാവശ്യം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. y is equal to sin x എന്ന വക്രവും x is equal to 0 x is equal to π/2 എന്നീ വരകളും നിർണ്ണയിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ. ഓക്കെ, വിസ്തീർണം എന്ന് പറഞ്ഞാലും ഏരിയ ആണ്, പരപ്പളവ് എന്ന് പറഞ്ഞാലും ഏരിയ ആണ്. നോക്ക്, സൈൻ 0 0 ആണ്, 0 to π/2 അതുകൊണ്ട് ഇവിടം വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ. സൈൻ എക്സ് ബാക്കി ഇങ്ങനെ പോകുന്നുണ്ടേ. നോക്ക്, ഇത്രയും പോർഷൻ്റെ ഏരിയ 1 യൂണിറ്റ് ആണ്. അത് ഓർത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് ഇൻ്റഗ്രൽ 0 to π/2 sin x dx. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, അറിയാലോ. ഏരിയയുടെ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻ്റഗ്രൽ a to b y dx. y is equal to f of x ആണ്. ഹിയർ അത് sin x ആണ്. sin xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഓവർ ദ ലിമിറ്റ് 0 to π/2 മൈനസ് കോസ് 90 0 കോസ് 0 1 മൈനസ് ഓഫ് മൈനസ് 1 1 വരും. ഓക്കെ, എക്സാമിന് ഇപ്പോൾ 0 to 2π ആണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 0 to 2π sin xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാടില്ല. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആയിരിക്കും ആൻസർ കിട്ടുക. 0 ഉറപ്പായിട്ടും ഓപ്ഷനിലുണ്ടാവും. ഓക്കെ, സോ അതെന്താണ്, മുകളിലുള്ള അപ്പർ ഹാഫിലെ ഏരിയയും ലോവർ ഹാഫിലെ ഏരിയയും തമ്മിൽ ബാലൻസ് ചെയ്ത് 0 ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ലോവർ ഹാഫിലുള്ളത് നെഗറ്റീവ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ രീതിയിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം 1 യൂണിറ്റ് ഉണ്ട്. ഇവിടെ π/2 വരെ 1 ആണെന്നറിയാം, അടുത്തതും 1 ആയിരിക്കും. കാരണം ഇത് സിമെട്രിക് ആണല്ലോ ഷേപ്പ്. ഇവിടെയും 1 ആയിരിക്കും, ഇവിടെയും 1 ആയിരിക്കും. മാക്സിമം പോയാൽ 2π വരെ ചോദിക്കുള്ളൂ. 0 to π/2 ചോദിച്ചാൽ 1, 0 to π ചോദിച്ചാൽ 1 + 1 2, 0 to എന്താണ് 270 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വരും. 0 to 360, 0 to 2π ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്ത് 4 യൂണിറ്റ് ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ 0 to 2π, ശ്രദ്ധിക്കണേ, ഇൻ്റഗ്രൽ 0 to 2π sin x dx ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും,
നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഉറപ്പായിട്ടും 0 ആയിരിക്കും. പക്ഷേ 0 അല്ല ആൻസർ, ഏരിയ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? കാരണം അത് പോസിറ്റീവ് നെഗറ്റീവും ക്യാൻസലായി പോകുന്നതുകൊണ്ടാണ്. സോ 0 to 2πയിൽ സൈൻ എക്സ് ശരിക്കും ഡയറക്റ്റ്ലി ചെയ്യരുത്. 0 to πയിൽ പോസിറ്റീവും π to 2πയിൽ മൈനസ് സൈൻ എക്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആൻസർ എടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഓർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഈ കേസിൽ സൈനും കോസും ആണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ഓർത്തില്ലെങ്കിലും പ്രശ്നമില്ല. 0 to 2π വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് ഏരിയ കിട്ടുക എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, 0 to π ആണെങ്കിൽ 2 യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ കൂട്ടി നോക്കിയാൽ മതി. ജസ്റ്റ് ആ ഷേപ്പ് നമുക്ക് കർവ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. കോസെക്സിനും ഇതേ കഥ തന്നെയാണ്. ഒരു ഫുൾ സൈക്കിളിൻ്റെ പകുതി വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിരിക്കും. സോ ഹിയർ ആൻസർ വരുന്നത് 1 ആണ്. 0 to π/2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1 ആണ്. 18ാമത്തെ ചോദ്യം, y is equal to sin of cos inverse x, then dy/dx at x is equal to 1/2 എന്നുള്ളതാണ് ചോദ്യം. ഡയറക്റ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്തോളൂ. dy/dx എന്ന് പറയുന്നത് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. ചെയിൻ റൂൾ പ്രകാരം കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/√1 മൈനസ് എക്സ് സ്ക്വയർ. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്നുള്ളത് എക്സ് വരും ഇൻറ്റു -1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി വാല്യൂ കൊടുക്കുക. എക്സിന് ഹാഫ് കൊടുക്കുക. ഹാഫ് ഇൻറ്റു -1/√1 മൈനസ് ഹാഫിൻ്റെ സ്ക്വയർ 1/4. ഓക്കെ, ഇതെന്ത് വരും? സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു -1/√4 മൈനസ് 1 3/4 വരും. √3/2 വരും അല്ലേ? 2 കട്ട് ചെയ്യാം. -1/√3. ഓപ്ഷൻ ഡി -1/√3 ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 19ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The derivative of sin inverse 2x into √1 minus x square with respect to sin inverse 3x into 3x minus 4x cube. So derivative of sin inverse 2x into √1 minus x square with respect to sin inverse 3x minus 4x cube എന്നാണ് ചോദ്യം. ഓക്കെ, താഴെ എക്സിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? കാണുമ്പോഴേ അറിയാം, സൈൻ തീറ്റയാണ് കൊടുക്കേണ്ടത്. 3 sin θ - 4 sin cube θ sin 3 θ ആവും. അത് താഴെ സൈൻ തീറ്റ കൊടുക്കുന്നതുകൊണ്ട് മുകളിലും സൈൻ തീറ്റ തന്നെ കൊടുക്കുക. ഓക്കെ, 2x into √1 minus x സ്ക്വയറിൽ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് പോസിബിൾ ആണെന്നറിയാം. സൈനും കൊടുക്കാം, കോസും കൊടുക്കാം. സൈൻ കൊടുക്കണം തീരുമാനിക്കുന്നത് താഴെ സൈൻ കൊടുത്താലേ നമുക്ക് റിസൾട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൈൻ തന്നെ കൊടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആൻ അനദർ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു കോസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ എഴുതുക, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് താഴെ എഴുതുക. ഓക്കെ, സാധാരണഗതിയിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ആ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മുകളിൽ വരും, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് താഴെ വരും. ആൻസർ മൈനസ് കോട്ട് എക്സ് വരും അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു കോസ് എക്സ് ചോദിച്ചാൽ ആൻസർ എന്താണ്? മൈനസ് കോട്ട് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 sin θ ഇൻറ്റു √1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ വരും ബൈ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 3 sin θ മൈനസ് 4 sin ക്യൂബ് തീറ്റ. സോ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 2 sin θ കോസ് തീറ്റ സൈൻ 2 തീറ്റ ആണെന്നറിയാം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 3 sin θ മൈനസ് 4 sin ക്യൂബ് തീറ്റ സൈൻ 3 തീറ്റ ആണ്. ഓക്കെ, സോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്നുള്ളത് 2 തീറ്റ വരും ബൈ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ എന്നുള്ളത് 3 തീറ്റ വരും. ഓക്കെ, ഹിയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് 2 sin ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ്
3 sin inverse x. സോ 2/3 മാറ്റി നിർത്തിയാൽ മുകളിൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ, താഴെയും 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അത് കട്ട് ചെയ്ത് പോവും. ആൻസർ എന്ത് വരും? 2/3 വരും ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് മസ്റ്റാണ്. നമുക്ക് ട്രിഗ്നോമെട്രി എന്നുള്ള ടോപ്പിക്കിലും അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പല ക്വസ്റ്റ്യനിലും ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി കൊടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പല ക്വസ്റ്റ്യനിലും ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റീസ് മസ്റ്റായിട്ട് റെഫർ ചെയ്തിട്ടുണ്ടാവണം. 20ാമത്തെ ചോദ്യം. നമ്മുടെ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വന്ന ചോദ്യമാണിത്. ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ്. ഇൻ്റഗ്രൽ 0 to x സ്ക്വയർ e⁻y/x dy/dx എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വേരിയബിൾ ലിമിറ്റ് ആണ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് പരിപാടിയൊന്നും നടക്കില്ല. എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 0 to 1 e⁻y/xൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y, e⁻y/x ഡിവൈഡഡ് ബൈ y/xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഹരിക്കണം. അത് 1/x ആണ്. y-യുടെ ഡെറിവേറ്റീവ് 1 ആയി മാറും. ഓക്കെ, ഓവർ ദ ലിമിറ്റ് 0 to x സ്ക്വയർ dx. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1, താഴെയുള്ള എക്സ് മുകളിൽ പോവും, x ഇൻറ്റു e⁻y/x എന്ന് വരും. ഓവർ ദ ലിമിറ്റ് 0 to x സ്ക്വയർ dx is equal to ഇൻ്റഗ്രൽ 0 to 1. ഇനി ലിമിറ്റ് കൊടുക്കുക, എക്സ് ഇൻറ്റു വൈക്ക് പകരം ലിമിറ്റ് കൊടുക്കുക, വൈക്ക് പകരം എക്സ് സ്ക്വയർ കൊടുക്കുക. എക്സ് സ്ക്വയർ ബൈ എക്സ് എന്നുള്ളത് എക്സ് വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു e⁻0 എന്ന് വരും. അപ്പോൾ e⁻0 1 ആണ്. അപ്പോൾ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും എന്താണ്? dx. സോ ഇൻ്റഗ്രൽ 0 to 1 എക്സ് പുറത്തെടുത്താൽ e⁻x മൈനസ് 1 dx. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ UV റൂൾ ഉപയോഗിക്കാം. uv1 മൈനസ് u'(v2) പ്ലസ് u'(v3) എന്ന് പറയുന്ന റൂൾ ഉപയോഗിക്കാം. ഓക്കെ, nth ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ലെബനിസ് ഇക്വേഷൻ എന്ന് പറയും. സോ എക്സ് ഇൻറ്റു uv1 e⁻x മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ e⁻x. നമുക്ക് ഇത് എങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് UV എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്തോളൂ കേട്ടോ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തോളൂ. x e⁻x എടുക്കാം. ഇൻ്റഗ്രൽ 0 to 1 x e⁻x മൈനസ് ഇൻ്റഗ്രൽ 0 to 1 dx. ഓക്കെ, സോ ഇവിടെ UV എടുക്കാം. x ഇൻറ്റു uv1 e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x മൈനസ് u'(x)ൻ്റെ ഡെറിവേറ്റീവ് 1 v2 e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x പ്ലസ് u'(1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ഇനി മുന്നോട്ട് പോകണ്ട. ഓവർ ദ ലിമിറ്റ് 0 to 1, 1ൻ്റെ ഇൻ്റഗ്രൽ x ഓവർ ദ ലിമിറ്റ് 0 to 1. സോ ഇത് റൈറ്റ് സൈഡ് മുകളിലേക്ക് എഴുതുന്നുണ്ട്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1 ഇൻറ്റു e⁻1 വരും, മൈനസ് e⁻1 വരും അപ്പർ ലിമിറ്റായി, മൈനസ് ലോവർ ലിമിറ്റ് 0 ഇൻറ്റു e⁻0 എന്നുള്ളത് 0 വരും, മൈനസ് ഓക്കെ ഡാ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ടേ. നമ്മൾ ഈ എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. നേരത്തെ മര്യാദയ്ക്ക് കിടന്നതാണ്, ഞാൻ പുറത്തെടുത്തതാണ്. ഇപ്പോൾ ഇവിടെ ഈ എക്സ് ഉള്ളിലേക്ക് വരുമ്പോഴേ x e⁻x മൈനസ് എക്സ് dx അല്ലേ വരിക, എക്സ് dx. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ x²/2 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 e⁻0 മൈനസ് e⁻0 എന്നുള്ളത് മൈനസ് 1 വരും. ഓക്കെ, മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1² 1/2 വരും. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുക്കണ്ട. അപ്പോൾ ഇത് 0 ആയിപ്പോയി. മൈനസ് ഓഫ് മൈനസ് 1 വരും, മൈനസ് 1/2. 1ൽ നിന്ന് 1/2 കുറച്ച് 1/2 അല്ലേ, 1/2 പോയാൽ ഹാഫ്. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ആ എക്സ് ഉള്ളിലേക്ക് വരുമ്പം -1 അല്ല -x ആണ് വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണേ. ഞാൻ നേരത്തെ 1 എന്നായിരുന്നു എഴുതിയിരുന്നത്. 21ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എക്സ് എന്ന് പറയുന്നത് a cos³ തീറ്റയാണ്, y എന്ന് പറയുന്നത് a sin³ തീറ്റയാണ്.
റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യം ഡി വൈ ബൈ ഡി എക്സ് എടുക്കാം. പാരാമെട്രിക് ഫോമിലുള്ള ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ. വൈനെ തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. താഴെ തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. എ 3 സൈൻ സ്ക്വയർ ഒരു സൈന്, കോസ് സ്ക്വയറിൻ്റെ ഒരു കോസും ക്യാൻസലായി. ബാക്കി സൈൻ ബൈ കോസ് ഒരു മൈനസ് ഉണ്ട്, ടാൻ തീറ്റ. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. അത് എവിടേക്ക് കൊടുക്കുക? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ തീറ്റയുടെ സ്ക്വയർ. റൂട്ട് ഓഫ് 1 പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആവും, ടാൻ സ്ക്വയർ തീറ്റ. റൂട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? സീക്ക് തീറ്റ അല്ലേ? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയും സീക്ക് തീറ്റ റൂട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയും വരും. ഓക്കെ, 22ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്നാണ് ചോദ്യം. സൈനും ലോഗും ആണ്. അപ്പം നമുക്ക് എക്സ്പോണൻഷ്യൽ എടുത്തിട്ട് വലിയ ഗുണം കിട്ടാനില്ല. ഡിഫറൻഷ്യേറ്റ് ചെയ്തോളൂ. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, യെസ്. ഇനി ഈ ടേം ഇപ്പുറം എടുത്താൽ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കോമൺ കിട്ടും. ശരിയല്ലേ? 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കോമൺ കിട്ടും. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്. ഇത് ഓൾറെഡി ലെഫ്റ്റിലുണ്ട്, റൈറ്റിലുള്ള ടേം കൂടെ എടുത്തോളൂ. മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് ടേമിലും 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ഉണ്ട്. അത് കോമൺ എടുത്താൽ എന്താണ്? അതും 0ക്ക് ഈക്വൽ ആവണം. ബാക്കിയുള്ള കോസ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൈയും 0ക്ക് ഈക്വൽ ആവണം. ഇയാൾ 0 ആയിക്കഴിഞ്ഞാൽ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് 0 ആയാൽ ആൻസറായി. ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടും നമുക്ക്? -1 കിട്ടും ആൻസർ. ഓപ്ഷൻ ഡി -1. 23ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇതും കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് വന്ന ചോദ്യമാണ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദ കർവ് y is equal to 2/x. മലയാളത്തിൽ ചോദ്യം ഞാൻ പറയാം. y is equal to 2/x എന്ന വക്രത്തിൻ്റെ 2, 1 എന്ന പോയിന്റിൽ തൊടുവരയുടെ സമവാക്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, തൊടുവരയുടെ സമവാക്യം കണ്ടുപിടിക്കാം. തൊടുവരയുടെ സമവാക്യം ചോദിക്കാം, ലംബവരയുടെ സമവാക്യം ചോദിക്കാം, രണ്ടും പഠിക്കണം. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഡി വൈ ബൈ ഡി എക്സ് ആണെന്നറിയാം. 2 ഇൻറ്റു 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x². അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് 2 ആണ്. -2/2² 4 വരും അല്ലേ? -2/4 -1/2 വരും. ശരിയാണല്ലോ? സോ ഇനി പോയിൻറ്റും ഉണ്ട് സ്ലോപ്പും ഉണ്ട്. പോയിൻറ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് ഇക്വേഷൻ എടുത്തോളൂ. y മൈനസ് y0 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x0. സോ 2y മൈനസ് 2 ഈക്വൽ ടു, നോക്കണേ, 2y മൈനസ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2y മൈനസ് 2 ഈക്വൽ ടു -x പ്ലസ് 2 എന്ന് വരും. ശരിയല്ലേ? 2y മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് ഉള്ളിലേക്ക് വന്നാൽ -x മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 എന്ന് വരും. -x ഇപ്പുറം എടുക്കാം. x പ്ലസ് 2y മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. അതായത് x പ്ലസ് 2y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ബി എക്സ് പ്ലസ് 2y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 കിട്ടും. 24ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എക്സ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ വൈ ആയാൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്
ഒരുപാട് രീതിയിൽ ചെയ്യാതെ ഞാൻ ഈ സൈൻ ഓഫ് എ പ്ലസ് വൈ ഇപ്പുറം കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എ പ്ലസ് വൈ. ഓക്കെ, ഇനി ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? ഡി വൈ ബൈ ഡി എക്സ് എടുക്കാനാണ് ചോദ്യം. ഞാൻ ആദ്യമേ ഡി എക്സ് ബൈ ഡി വൈ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ആൻസർ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. ഡി എക്സ് ബൈ ഡി വൈ എടുത്താൽ ഡിനോമിനേറ്റർ സൈൻ ഓഫ് എ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ മൈനസ് ന്യൂമറേറ്റർ സൈൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ സൈൻ ഓഫ് എ പ്ലസ് വൈയുടേത് കോസ് ഓഫ് എ പ്ലസ് വൈ. വൈ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് വൈ ആയതുകൊണ്ട് ആ വൈയുടെയൊക്കെ ഡെറിവേറ്റീവ് 1 ആയി പോവും. ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെ വായിക്കാം? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി സൈൻ ഓഫ് എ മൈനസ് ബി അല്ലേ? സൈൻ ഓഫ് എ പ്ലസ് വൈ മൈനസ് വൈ ബൈ സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ. പ്ലസ് വൈ മൈനസ് വൈ കട്ട് ചെയ്യാം. ആൻസർ സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ എന്ന് വരും അല്ലേ? സൈൻ എ ബൈ സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ എന്ന് വരും. ഓക്കെ ആണല്ലോ? യെസ്, സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ എന്ന് വരും. അപ്പോൾ ഇതാണ് നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയേക്കുന്നത്? ഡി എക്സ് ബൈ ഡി വൈ ആണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ. ഇത് നേരെ തിരിച്ചിടണം. സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ മുകളിൽ വരും അല്ലേ? നോക്കണേ, സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ എന്ന് പറയുന്ന സംഗതി മുകളിൽ വരും. താഴെ എന്താണ് വരിക? സൈൻ എ താഴെയും വരും അല്ലേ? സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 25ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. കോംപ്ലക്സ് അനാലിസിസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ ഇസഡ് റൈസ് ടു എൻ എന്താണെന്നാണ് ചോദ്യം. ഇസഡിന് വാല്യൂ കൊടുത്തോളൂ. ഇ റൈസ് ടു ഐ തീറ്റ റൈസ് ടു എൻ പ്ലസ് 1 ബൈ ഇ റൈസ് ടു ഐ തീറ്റ റൈസ് ടു എൻ. എ റൈസ് ടു എം റൈസ് ടു എൻ എ റൈസ് ടു എം എൻ ഇ റൈസ് ടു ഐ എൻ തീറ്റ പ്ലസ് 1 ബൈ ഇ റൈസ് ടു ഐ എൻ തീറ്റ. ഓക്കെ, സോ അതായത് ഇ റൈസ് ടു ഐ എൻ തീറ്റ 1 ബൈ എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു മൈനസ് എൻ ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ എൻ തീറ്റ. ഇനി ഓയിലേഴ്സ് ഇക്വേഷൻ ഉപയോഗിക്കുക. രണ്ട് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസിനെ ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് വിളിക്കും. ഓയിലേഴ്സ് ഇക്വേഷനും ഡി മൂവീസ് തിയറവും മസ്റ്റായിട്ട് പഠിക്കണം. സാധാരണഗതിയിൽ ചോദ്യം വരാറുള്ളതാണ്. സോ ഇ റൈസ് ടു ഐ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് എൻ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ. ഓക്കെ, എന്തൊക്കെ കട്ട് ചെയ്യാം? പ്ലസ് ഐ സൈൻ എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ കട്ട് ചെയ്യാം. കോസ് എൻ തീറ്റയും കോസ് തീറ്റയും കൂട്ടിയാൽ 2 കോസ് എൻ തീറ്റ. ഓക്കെ, ഓപ്ഷൻ എ 2 കോസ് എൻ തീറ്റയാണ് ആൻസർ വരിക. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x പ്ലസ് 4y മൈനസ് 4 എന്ന വൃത്തത്തിൻ്റെ ആരം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സർക്കിളിൻ്റെ ജനറൽ ഫോം എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0 എന്നതാണ് സർക്കിളിൻ്റെ ജനറൽ ഫോം. കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2g എന്ന് പറയുന്നത് -2 കിട്ടും. അവിടുന്ന് ജിയുടെ വാല്യൂ -1 വരും. വൈയുടെ കോയിഫിഷ്യൻറ്റ് 2f എന്ന് പറയുന്നത് 4 വരും. അവിടുന്ന് എഫിൻ്റെ വാല്യൂ 2 വരും.
ഓക്കെ, കമ്പയർ ചെയ്താൽ സിയുടെ വാല്യൂ എന്ത് കിട്ടും? -4 കിട്ടും. റേഡിയസിൻ്റെ ഫോർമുല √g² പ്ലസ് f² - c. റേഡിയസിൻ്റെ ഫോർമുല ഓർക്കണം, സെൻറ്ററിൻ്റെ ഫോർമുല ഓർക്കണം. സെൻറ്റർ എന്തായിരുന്നു? -g, -f. സെൻറ്ററും ചോദിക്കാറുണ്ട്. g² എന്ന് പറഞ്ഞാൽ -1ൻ്റെ സ്ക്വയർ 1, f² എന്ന് പറഞ്ഞാൽ 2² 4, മൈനസ് ഓഫ് -4 എന്ന് വരും. ഓക്കെ, സോ 4 4 8 1 9. ആൻസർ എന്ത് വരും? 3 വരും. ഓപ്ഷൻ എ 3 ആണ് എന്ത് കിട്ടുക? വൃത്തത്തിൻ്റെ ആരം കിട്ടുക. ഓക്കെ, യെസ്, സെൻറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? -1 1 -f 2 -2 അല്ലേ? 1 -2 സെൻറ്ററും 3 റേഡിയസും ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണിത്. 27ാമത്തെ ചോദ്യം. x² + y² - 4x + 6y + k = 0 എന്ന വൃത്തത്തിൻ്റെ തൊടുവരയാണ് 3x - 4y + 2 = 0 എങ്കിൽ കെയുടെ വാല്യൂ, കെയുടെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റേഡിയസ് കണ്ടുപിടിക്കാം. ഇത് ഒരുപാട് രീതിയിൽ ചെയ്യാം. പോയിന്റ് ഓഫ് ടാൻജൻസി വെച്ച് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ കയ്യിലുണ്ട്. സർക്കിളിൽ ടാൻജൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് എന്ത്? 3x - 4y + 2 = 0. ഇതാണ് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. സർക്കിളിൻ്റെ സെൻറ്റർ നമുക്കെടുക്കാം. സെൻറ്റർ എന്ന് പറയുന്നത് 2g എന്ന് പറയുന്നത് -4, 2f എന്ന് പറയുന്നത് 6, അവിടുന്ന് g എന്ന് പറയുന്നത് -2, f എന്ന് പറയുന്നത് 6. സെൻറ്റർ -g - f ആണ്. ഓക്കെ, -g - f ആണ് സെൻറ്റർ. അതായത് 2 - 6 വരും സെൻറ്റർ. ഓക്കെ, 2 - 6 സെൻറ്റർ ആണ്. ആ സെൻറ്ററിൽ നിന്നും ഈ ടാൻജൻറ്റിലേക്കുള്ള ദൂരമാണ് റേഡിയസ്. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ ഉപയോഗിച്ച് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പോയിന്റ് ലൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ ഫോർമുല ഓർമ്മയുണ്ടോ? d = ax1 + by1 + c. നെഗറ്റീവ് കിട്ടുകയാണ്, പോസിറ്റീവ് ആക്കാൻ മോഡുലസ് എടുക്കണം, √a² + b². ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. അപ്പോൾ അത് പ്രകാരം 3 × x പകരം 2 -4 × y പകരം -6 +2 ഡിവൈഡഡ് ബൈ √3² + -4² = 23 + 6 4 24, ശരിയല്ലേ? +2 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇത് √9 + 16, √25 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 6 × 2 8, 24 8 32, ശരിയല്ലേ? 32 ഡിവൈഡഡ് ബൈ 5 എന്നാണ് വരിക. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റീകൺഫേം ചെയ്തേക്കാം. x² + y² + 2g എന്ന് പറയുന്ന -4, g എന്ന് പറയുന്ന -4ൻ്റെ പകുതി -2, 2f എന്ന് പറയുന്നത് 6, f എന്ന് പറയുന്നത് f3 ആണ് വരിക അല്ലേ? ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എഫിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് മിസ്റ്റേക്സ് വരും. ഓക്കെ, എഫിൻ്റെ വാല്യൂ 3 ആയിരുന്നു കേട്ടോ. കറക്റ്റ് ചെയ്താണേ. യെസ്, 2f ആണ് 6. അപ്പോൾ എഫിൻ്റെ വാല്യൂ 6/2 3 ആണ് വരിക. ഓക്കെ, അപ്പോൾ 2 -3 ആണ് വരിക കേട്ടോ. ഓക്കെ, 2 -3 ആണ് നമ്മുടെ സെൻറ്റർ കിട്ടുന്നുണ്ടാവുക. അപ്പം 3 × 2 -4 × -3
പ്ലസ് 2 ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ 23 6 പ്ലസ് 12 പ്ലസ് 2 ഡിവൈഡഡ് ബൈ, ശരിയല്ലേ, 5 എന്ന് വരും അല്ലേ. സോ എന്താണ് വരിക, 6 2 8, 12 8 20/5. സോ 4 വരും റേഡിയസ്. ഓക്കെ, റേഡിയസ് നമുക്ക് എത്രയാണ് കിട്ടുക, 4 ആണ് കിട്ടുക. നേരത്തെ വന്ന മിസ്റ്റേക്ക് പിടികിട്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും, എനിക്കത് തെറ്റിപ്പോയിരുന്നു. സോ റേഡിയസ് 4 കിട്ടി. ഇനി റേഡിയസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ് റേഡിയസ് എന്ന് പറയുന്നത്? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ആണ്. അതായത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ആണ്. സോ റേഡിയസിൻ്റെ വാല്യൂ നമുക്ക് 4 ആണ്. 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ജിയും എഫും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, ജി -2ഉം എഫ് 3ഉം ആണ്. ഓക്കെ, സോ -2ൻ്റെ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് സിയുടെ വാല്യൂ എന്താണ്, കമ്പയർ ചെയ്തേ, സിയുടെ വാല്യൂ എന്താണ്, കെ ആണ് അല്ലേ. സി ഇസ് ഈക്വൽ ടു കെ, സ്റ്റാൻഡേർഡ് കമ്പാരിസൺ വഴി. സോ ആ സിയുടെ പ്ലേസിലേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 16 ഇസ് ഈക്വൽ ടു 4 + 9 മൈനസ് കെ. മൈനസ് കെ ഇപ്പുറം വന്നാൽ പ്ലസ് കെ. സോ 9ഉം 4ഉം 13 മൈനസ് 16. 13ൽ നിന്ന് 16 കുറച്ച് -3 വരും കെയുടെ വാല്യൂ. സോ ഓപ്ഷൻ ബി -3 ആണ് നമുക്ക് എന്ത് കിട്ടുക, കെയുടെ വാല്യൂ കിട്ടുക. 27 28ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്, ഒരു മെട്രിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണെന്നാണ് പറയുന്നത്, റാങ്ക് 1 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എടുക്കാനാണ് ചോദ്യം. ഓക്കെ, റാങ്ക് 1ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഒരു 3/3 സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് 1ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിൻ്റ് 0 ആയിരിക്കണം, എല്ലാ മൈനർ ഡിറ്റർമിൻറ്റുകളും 0 ആയിരിക്കണം, ശരിയല്ലേ. സോ എ വരുന്ന ഒരു മൈനർ ഡിറ്റർമിൻ്റ് എടുക്കുക. ഈ ഡിറ്റർമിൻ്റ് എടുത്താൽ എന്ത് കിട്ടണം, 0 കിട്ടണം. അതായത് 2 × a - 4 മൈനസ് -4 × 5 ഇസ് ഈക്വൽ ടു 0. അതായത് 2 × a - 4 പ്ലസ് 20 ഇസ് ഈക്വൽ ടു 0. 2 കൊണ്ട് കട്ട് ചെയ്താൽ a - 4 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. അതായത് a + 6 ഇസ് ഈക്വൽ ടു 0. a ഇസ് ഈക്വൽ ടു -6. ഓപ്ഷൻ സി -6 വരും ആൻസർ, ശരിയല്ലേ. ഓക്കെ, 29ാമത്തെ ചോദ്യം. ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. 29th ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 0 to π/2 a⁻² sin x / a⁻² sin x പ്ലസ് a⁻² cos x dx എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, കാണുമ്പോഴേ അറിയാം അല്ലേ, ഇൻ്റഗ്രൽ a to b f of x ഡിവൈഡഡ് ബൈ f of x പ്ലസ് f of a plus b minus x ഫോർമാറ്റിലെ ചോദ്യമാണിത്. അതിൻ്റെ ആൻസർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, b - a/2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, a⁻² sin x, a⁻² sin x, f of x, f of x, f of a plus b minus x, 0 + π/2 π/2, π/2 മൈനസ് സൈൻ ഓഫ് π/2 മൈനസ് എക്സ് കോസ് എക്സ് പക്കയാണ്. സോ ആൻസർ എന്ത് വരും, π/2 - 0/2. ആൻസർ π/4 വരും, ഓപ്ഷൻ എ. 30ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇൻ്റഗ്രൽ 0 to ∞ dx / x² + 4 × x² + 9 എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക, ഇൻ്റഗ്രൽ 0 to ∞, ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. x² + 9ൽ നിന്ന് x² + 4 കുറച്ചാൽ 5 കിട്ടും. 5 ബാലൻസ് ചെയ്യാൻ ഒരു 1/5 കൊടുക്കണം. ബാക്കി 1/x² + 4 മൈനസ് 1/x² + 9 dx. ഓക്കെ, 1/5 ഇങ്ങോട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, 1/a 1/2 tan ഇൻവേഴ്സ് x/2 വരും അല്ലേ. ഇൻ്റഗ്രൽ 1/x² + a², ഇൻ്റഗ്രൽ 1/x² + a² dx എന്ന് പറഞ്ഞാൽ 1/a tan ഇൻവേഴ്സ് x/a ആണെന്ന് നമുക്കറിയാം. ഓക്കെ,
ഇതെന്ത് വരും? 1/3 ടാൻ ഇൻവേഴ്സ് x/3 വരും ഓവർ ദ ലിമിറ്റ് 0 to infinity. So 1/5 into half into upper limit tan inverse infinity pi/2 minus 1/3 into tan inverse infinity pi/2. Lower limit tan inverse 0 0 ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. So 1/5 into pi/4 minus pi/6. So 1/5 into 6 pi minus 4 pi 2 pi by r4 24 കട്ട് ചെയ്തെടുത്താൽ താഴെ 12 വരും. സോ pi/12 × 5 60. ഓപ്ഷൻ എ pi/60 ആണ് ആൻസർ വരിക. ഓക്കെ, 31ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട്. 2 times probability of equal to probability of b is equal to 5/13. Probability of a given b is equal to 2/5. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് 2 times പ്രോബബിലിറ്റി ഓഫ് എ ആണ് 5/13. അപ്പോൾ അവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാമല്ലോ. ഈ 2 താഴെ കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. 5/26 വരും. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/13 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് 2/5 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2/5. അവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വേണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് ബി ഇവിടേക്ക് ക്രോസ് ചെയ്യണം. 2/5 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എത്രയാണ്? 5/13. 5 കട്ട് ചെയ്യാം. ആൻസർ 2/13. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട സാധനം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല എന്താ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ 5/26 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി 5/13 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 2/13 അല്ലേ. ചെയ്ത് നോക്കിയോ എന്ത് വരും? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എളുപ്പം അല്ലേ. സോ ഇവിടെ നമുക്ക് 5/26 ഉണ്ട്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10/26 കിട്ടും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4/26 കിട്ടും. സോ 11/26. ഓപ്ഷൻ സി 11/26. ക്ലിയർ ആണല്ലോ. 15 നിന്ന് 4 കുറച്ച് 11/26. 32ാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ 1 to 4 ലോഗ് എക്സ് എന്ന് വായിക്കരുത്, ലോഗ് ഓഫ് ബോക്സ് എക്സ്. ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 1 to 2 2 to 3 അങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. 1 to 4 എന്നുള്ളത് ഇൻ്റഗ്രൽ 1 to 2 ലോഗ് 1 to 2ൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്താണ്? 1 മുതൽ 2 വരെയുള്ള ഏത് വാല്യൂ കൊടുത്താലും 1ലേക്ക് തന്നെയാണ് തിരിച്ചു വരിക അല്ലേ. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് എക്സ്? ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 1നും 2നും ഇപ്പോൾ 1.5 കൊടുത്താൽ 1.5നേക്കാൾ ചെറിയ ഇൻറ്റിജർ 1ലേക്കല്ലേ വരിക. dx പ്ലസ് 2 to 3 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 2ലേക്ക് വരും. 3 to 4 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 3ലേക്ക് വരും. ലോഗ് 1 0 ആണ്, ബാക്കി നോക്കിയാൽ മതി. ലോഗ് 2 പുറത്തെടുത്താൽ ഇവിടെ dx ഉണ്ട്. ഇൻ്റഗ്രൽ dx എക്സ് വരും ഓവർ ദ ലിമിറ്റ് 2 to 3. ലോഗ് 3 പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ dx എക്സ് വരും ഓവർ ദ ലിമിറ്റ് 3 to 4. ഇവിടെ 3 - 2 1 ആവും, 4 - 3 1 ആവും. ബാക്കി വരിക ലോഗ് 2 പ്ലസ് ലോഗ് 3 ഉണ്ടാവുള്ളൂ. ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി ആണ്. ലോഗ് 2 into 3 ആൻസർ എന്ത് വരും? ലോഗ് 6 വരും ആൻസർ. ഓപ്ഷൻ ബി ലോഗ് 6 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 33ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. x² + y² - 3x - 6y - 10 = 0 എന്ന വൃത്തത്തിൻ്റെ
-3 4ലെ ലംബ വര കണ്ടുപിടിക്കാനാണ് ചോദ്യം. ലംബ വര എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എടുക്കാനാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സ്ലോപ്പ് കിട്ടുമല്ലോ. x² ഡെറിവേറ്റീവ് 2x, y² ഡെറിവേറ്റീവ് 2y, 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 -6 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡിവൈഡ് x മറന്നു പോരുത്. y ഉള്ള ടേമൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കൂടെ ആരും വരും? വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy/dx വരും. -3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 6 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? dy/dx. ഓക്കെ, -10ൻ്റെ ഡെറിവേറ്റീവ് 0 വരും, ഈക്വൽ ടു 0. ഇനി വാല്യൂ കൊടുക്കുക. എക്സിന് -3ഉം വൈക്ക് 4ഉം കൊടുക്കുക. 2 ഇൻറ്റു -3 -6, 2 ഇൻറ്റു 4 8 dy/dx, -3 -6 dy/dx ഇസ് ഈക്വൽ ടു 0. 8 dy/dx ന്ന് 6 dy/dx കുറച്ചാൽ 2 dy/dx. -6 -3 ഇപ്പുറം വന്നാൽ 6 3 9. അവിടുന്ന് സ്ലോപ്പ് കിട്ടി. dy/dx എന്താണ്? 9/2. സോ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ത് വരും? ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ -2/9 ആണ് സ്ലോപ്പ് ഓഫ് നോർമൽ കിട്ടേണ്ടത്. ഓപ്ഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. ഓപ്ഷനിൽ നോർമലിൻ്റെ ഫോർമുലാസ് ആണുള്ളത്, നോർമലിൻ്റെ ഇക്വേഷൻസ് ആണുള്ളത്. സോ അതിലേതാണ് സ്ലോപ്പ് -2/9 വരുന്നതെന്ന് നോക്കിക്കോളൂ. നമ്മുടെ കയ്യിൽ ax പ്ലസ് by പ്ലസ് ഇസ് ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിലുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ഉണ്ടെങ്കിൽ മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് വൈനെയാണ് സ്ലോപ്പ് എന്ന് വിളിക്കുക എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ മൈനസ് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2, വൈയുടെ കോയിഫിഷ്യൻ്റ് 9, മാച്ചിങ് ആണ്. അടുത്തത് മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 9, വൈയുടെ കോയിഫിഷ്യൻ്റ് -2, മാച്ചിങ് അല്ല. മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2, വൈയുടെ കോയിഫിഷ്യൻ്റ് -9 പ്ലസ് 2/9 ആണ്, മാച്ചിങ് അല്ല. ഇവിടെ മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2, വൈയുടെ കോയിഫിഷ്യൻ്റ് -9, അത് മാച്ചിങ് അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ y - 4 ഇസ് ഈക്വൽ ടു -2/9 ഇൻറ്റു x + 3 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഇതിലേക്ക് വരാം. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുന്ന കേസൊക്കെ കൺഫേം ചെയ്ത് വിടുന്നതാണ് എന്തുകൊണ്ടും സമയം ലാഭിക്കാൻ വേണ്ടി നല്ലത്. 34ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 34. y² ഇസ് ഈക്വൽ ടു 4x, x² ഈക്വൽ ടു 4y എന്നീ സമവക്രങ്ങൾക്കിടയിലെ പരപ്പളവ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. y² ഇസ് ഈക്വൽ ടു 4ax-നും x² ഈക്വൽ ടു 4byക്കും ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ 16ab/3 എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഹിയർ 4a എന്ന് പറയുന്നത് 4 ആണ്, അവിടുന്ന് a വാല്യൂ 1 വരും. സിമിലർലി 4b എന്ന് പറയുന്നത് 4 ആണ്, അവിടുന്ന് ബിയുടെ വാല്യൂ 1 വരും. ഓക്കെ, സോ ഏരിയ എന്ത് വരും? 16 ഇൻറ്റു 1 ഇൻറ്റു 1/3, 16/3 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. 35ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. പാരാമീറ്ററിനെ കുറിച്ച് സാമ്പിളിൽ നിന്നും ലഭ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നൽകാൻ സാധിക്കുന്ന ഗണം എന്താണ്? സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ തന്നെയാണ്, പര്യാപ്ത ഗണകം എന്നുള്ളതാണ് ആൻസർ വരിക. 36ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. തരം 1 പിശക് സംഭവിക്കുന്നത് എപ്പോഴാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ എക്സാമിനും ഉണ്ടായിരുന്നു. ശരിയായ അസാധു പരികല്പനയെ, നൾ ഹൈപ്പോത്തീസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 37 കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് വന്ന ചോദ്യം ഡൊമൈൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, മണ്ഡലം കണ്ടുപിടിക്കാനാണ് ചോദ്യം. തന്നിരിക്കുന്ന ഏകതത്തിൻ്റെ മണ്ഡലം കണ്ടെത്തുക. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. 4x - 3 - x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് -x² + 4x - 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x² - 4x + 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് x - 3 ഇൻറ്റു x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. x ഈക്വൽ ടു 1ഉം വരുന്നുണ്ട്, 3ഉം വരുന്നുണ്ട്. 1നും 3ക്കും ഇടയിലുള്ള ഒരു ചെക്ക് പോയിന്റ് കൊടുത്ത് നോക്കുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 - 3 ഇൻറ്റു 2 - 1 -1 ഇൻറ്റു 1 -1
എന്താണ് വരിക? ആണേ 4x - 3 - x² greater than or equal to 0 minus x² plus 4x - 3 greater than or equal to 0 x² minus 4x plus 3 x minus 3 into x minus 1 x square okay 1 2 3 2 ചെക്ക് പോയിന്റ് കൊടുക്കുമ്പോൾ 2 minus 3 into 2 minus 1 ഓക്കെ. ഇവിടെ ഇനിക്വാളിറ്റി സിംപ്ലിഫിക്കേഷനിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലെസ് ദാൻ ആവുന്നുണ്ട്. -1 ലെസ് ദാൻ 0 ട്രൂ. ഇപ്പോൾ ക്ലോസ്ഡ് 1 3 ആണ് ആൻസർ വരിക. കാരണം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, സിമിലർ ക്വസ്റ്റ്യൻ. 1 3 ആണ് ആൻസർ മനസ്സിലുണ്ട് എൻ്റെ. ഇനി എവിടെയാണ് തെറ്റിയതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഓക്കെ, നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി സൈൻ റിവേഴ്സ് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റി സിംപ്ലിഫിക്കേഷൻസ്. ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് വിത്ത് എ നെഗറ്റീവ് സൈൻ or if you are changing the sign of each terms, then the inequality will always reverses. 38ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇതും സ്റ്റാറ്റിന് വന്ന ചോദ്യമാണ്. ലിമിറ്റ് ഓഫ് ദി സീക്വൻസ് കണ്ടുപിടിക്കാനാണ്. ഈ സീക്വൻസിൻ്റെ സീമ കണ്ടെത്താനാണ് ചോദ്യം. എന്തുവരും? ലിമിറ്റ് n tends to infinity 3 plus 2 root n by root n. ഓക്കെ, നേരിട്ട് കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനൻ്റ് ആണ് കിട്ടുക. n tends to infinity റൂട്ട് n പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 by root n plus 2 വരും ബൈ റൂട്ട് n. റൂട്ട് n കട്ട് ചെയ്യാം. 3 by infinity plus 2, ആൻസർ എന്താണ്? 2. 3 by infinity 0 ആവും. ഓപ്ഷൻ ബി 2 ആണ് ആൻസർ കിട്ടുക. 39ാമത്തെ ചോദ്യം. CR ഇക്വേഷൻ്റെ കോഷി-റീമാൻ സമവാക്യങ്ങളുടെ പോളാർ രൂപം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ്? വാട്ട് ഈസ് പോളാർ ഫോം ഓഫ് CR ഇക്വേഷൻ? UR is equal to 1 by r u theta and VR is equal to -1 by r u theta. ഓക്കെ, അതായത് ഡോ യു ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു 1 by r into ഡോ യു ബൈ ഡോ തീറ്റ ആൻഡ് ഡോ വി ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു -1 by r into ഡോ യു ബൈ ഡോ തീറ്റ. ഇതാണ് CR ഇക്വേഷൻസിൻ്റെ പോളാർ ഫോം. ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ കിട്ടുക അല്ലേ? 40ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 6 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ -4 ആണ്. ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 6 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്താണ്? -4. സോ 6 + 4 വരും. 6 × 4 = 10 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി. 41ാമത്തെ ചോദ്യം. ഓക്കെ, 2 ചോദ്യങ്ങളുണ്ട്, ഒരു ക്വസ്റ്റ്യനായിട്ടേ കൂട്ടുന്നുള്ളൂ. എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് നമ്പർ ഓഫ് ട്രയൽസ് n ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് p, ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ n എന്ന് പറയുന്നത് 1 by n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. 1 by n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് NP ആണ്. n കട്ട് ചെയ്താൽ ആൻസർ p കിട്ടും. വേരിയൻസ് ഓഫ് എക്സ് ബൈ n എന്ന് പറഞ്ഞാൽ 1 by n² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്ന് വരും. 1 by n² ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? NPQ ആണ്. ഒരു n സ്ക്വയറും കട്ട് ചെയ്താൽ PQ by n വരും. വേരിയൻസ് ഓഫ് എക്സ് ബൈ n. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. 42ാമത്തെ ചോദ്യം. സിഗ്മ എക്സ് ബൈ n എന്ന ഗണകം എസ്റ്റിമേറ്റർ സമഷ്ടി മാധ്യത്തിൻ്റെ പോപ്പുലേഷൻ മീനിൻ്റെ എപ്രകാരമുള്ള ഒരു ഗണകമാണ്? എപ്രകാരമുള്ള ഒരു എസ്റ്റിമേറ്ററാണ്? നിഷ്പക്ഷ എസ്റ്റിമേറ്റർ, അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ശരിയാണ്. സിഗ്മ എക്സ് ബൈ n ഇസ് ദാൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആൻഡ് ഓൾസോ എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ഥിരതയുള്ള എസ്റ്റിമേറ്റർ ആണ്. എയും ബിയും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ വരിക. 43ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള ചോദ്യമാണ്. ഓക്കെ,
ഇതും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് വന്ന ചോദ്യമാണ്. ഇൻ്റഗ്രൽ 0 to pi by 2 cot x by 1 plus cot x എന്ത് വരും? ഇൻ്റഗ്രൽ 0 to pi by 2 നമ്മൾ പഠിച്ച ഫോർമാറ്റാണ്. കോട്ട് എക്സിനെ എങ്ങനെ ആക്കണം? കോസ് എക്സ് ബൈ സൈൻ എക്സ് ആക്കണം. 1 പ്ലസ് കോട്ട് എക്സിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആക്കണം. ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi by 2 കോസ് എക്സ് ബൈ സൈൻ എക്സ്, താഴെ ക്രോസ് ചെയ്താൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സ് കട്ട് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to pi by 2 കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, സോ എന്താണ്? എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സെയിം എഫ് ഓഫ് എക്സ് പ്ലസ് ഇത് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആണ് അല്ലേ? കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ആണ് സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ബി മൈനസ് എ ബൈ 2, പൈ ബൈ 2 മൈനസ് 0 ബൈ 2. ആൻസർ എന്ത് വരും? പൈ ബൈ 4 വരും ആൻസർ. ഓപ്ഷൻ സി, പൈ ബൈ 4 ഇസ് ദ ആൻസർ. 44ാമത്തെ ചോദ്യം. 250യെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണെന്നാണ് ചോദ്യം. എന്താണ്? ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം ആണ് അല്ലേ? കാരണം GCD ഓഫ് 20,7 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ a റൈസ് ടു p മൈനസ് 1 കോൺഗ്രുവൻ ടു 1 മോഡുലോ p എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, GCD ഓഫ് a, p 1 ആണെങ്കിൽ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം. സോ ഹിയർ 2 റൈസ് ടു 7 മൈനസ് 1 കോൺഗ്രുവൻ ടു 1 മോഡുലോ 7. 2 റൈസ് ടു 6 കോൺഗ്രുവൻ ടു 1 മോഡുലോ 7. 50ൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ 6 8 48. 2 റൈസ് ടു 6 റൈസ് ടു 8 കോൺഗ്രുവൻ ടു 1 റൈസ് ടു 8 മോഡുലോ 7. സോ 2 റൈസ് ടു 48 കോൺഗ്രുവൻ ടു 1 മോഡുലോ 7. സോ 2 റൈസ് ടു 50ലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 2 റൈസ് ടു 48നെ 2ൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ മോഡുലോ 7. സോ 2 റൈസ് ടു 50 കോൺഗ്രുവൻ ടു 1 ഇൻറ്റു 2 സ്ക്വയർ 4 മോഡുലോ 7. സോ 2 റൈസ് ടു 50നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ 4. ഓപ്ഷൻ ഡി 4 ആണ് ആൻസർ കിട്ടുക. 45ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഡിറ്റർമിനൻ്റ് y പ്ലസ് കെ വൈ 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 പ്ലസ് കെ വൈ 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 പ്ലസ് കെ. ഓക്കെ, ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദ്യം. ട്രയൽ ആൻഡ് എററിനേക്കാൾ എളുപ്പം ഇത് എളുപ്പമാണ്. ഇത് C1 ഗിവ്സ് C1 പ്ലസ് C2 പ്ലസ് C3 അപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും? ഫസ്റ്റ് കോളം എങ്ങനെ മാറും? 3y പ്ലസ് കെ എന്നുള്ള രീതിയിൽ മാറും അല്ലേ? 3y പ്ലസ് കെ, 3y പ്ലസ് കെ, ഇവിടെയും 3y പ്ലസ് കെ വരും. അപ്പോൾ ആൻസറിൽ എന്തായാലും 3y പ്ലസ് കെ വരും. ബാക്കി ഉണ്ടാവുന്നത് y, y പ്ലസ് കെ വൈ, y, y, y പ്ലസ് കെ. ഫസ്റ്റ് കോളത്തിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? 3y പ്ലസ് കെ ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി 1 1 1 y, y പ്ലസ് കെ, y, 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 y പ്ലസ് കെ. ഓക്കെ, യെസ്. താഴോട്ട് 1 1 1 വന്നു കഴിഞ്ഞാൽ എന്ത് അപ്ലൈ ചെയ്യണം? കോളത്തിൽ ഫസ്റ്റ് കോളം 1 1 1 ആണെങ്കിൽ C2 ഗീസ് C2 മൈനസ് C1 ആൻഡ് C3 ഗീസ് C3 മൈനസ് C1. ഫസ്റ്റ് റോ ആണ് 1 1 1 എങ്കിൽ ഇവിടെ R2 ഗീസ് ആണ്. ഫസ്റ്റ് റോ ആണെങ്കിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് കോളം ആണ് വന്നിട്ടുള്ളത്. സോ വി നീഡ് ടു അപ്ലൈ R2 ഗീസ് R2 മൈനസ് R1 ആൻഡ് R3 ഗീസ് R3 മൈനസ് R1. ഫസ്റ്റ് റോ ആണ് 1 1 1 വരുന്നതെങ്കിൽ C2 ഗീസ് C2 മൈനസ് C1, C3 ഗീസ് C3 മൈനസ് C1. സോ 3y പ്ലസ് കെ ഇൻറ്റു ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല 1y 1 മൈനസ് 1 0, y പ്ലസ് കെ മൈനസ് വൈ കെ വരും, y മൈനസ് വൈ 0, 1 മൈനസ് 1 0, y മൈനസ് വൈ 0, y പ്ലസ് കെ മൈനസ് വൈ കെ വരും. ഓക്കെ, സോ ഇത് ഇവാലുവേറ്റ് ചെയ്താൽ എന്ത് വരും? 3y പ്ലസ് കെ ഇൻറ്റു 1 ഇൻറ്റു കെ സ്ക്വയർ. ഓക്കെ, മൈനസ് 0 ആയതുകൊണ്ട് എഴുതുന്നില്ല. സോ കെ സ്ക്വയർ ഇൻറ്റു 3y പ്ലസ് കെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. 46ാമത്തെ ചോദ്യം നോക്കിക്കോളൂ.
ക്വസ്റ്റ്യൻ നമ്പർ 46. ഡിറ്റർമിനൻ്റ് ഓഫ് എ 4 ആയ ഒരു 3/3 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n-1. ഡിറ്റർമിനൻ്റ് ഓഫ് എ 4 ആണ്, റേസ് ടു ഓർഡർ 3 ആണ്, -1 അല്ലെ. ഓർഡർ 3 തന്നിട്ടുണ്ട്. 4 റേസ് ടു 2, 4ൻ്റെ സ്ക്വയർ 16. ഓപ്ഷൻ ഡി 16 വരും ആൻസർ. 47ാമത്തെ ചോദ്യം. എ ഇസ് ഈക്വൽ ടു 3i 2 + 4i 2 3 - i ആയാൽ എ കോൺജുഗേറ്റ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് കോൺജുഗേറ്റ് എടുക്കാനേ പറയുന്നുള്ളൂ. ഓക്കെ, ട്രാൻസ്പോസിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഹെർമീഷ്യൻ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കോൺജുഗേറ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓരോ ഐ വരുന്ന ഓരോ ആൾക്കാരുടെയും സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് -3i വരും, 2 - 4i വരും, 2 വരും, 3 + i വരും. ഓപ്ഷൻ ബി അല്ലേ. 3i - 3i ആവും, 2 + 4i 2 - 4i ആവും, 2 വരും, 3 - i 3 + i ആവും. 48ാമത്തെ ചോദ്യം. എ ഇസ് ഈക്വൽ ടു 1 - 3 2k ആണ്. a² - 4a + 10i ഇസ് ഈക്വൽ ടു എ ആയാൽ k കണ്ടുപിടിക്കാം. ഈ എയും കൂടി ഇപ്പുറം എടുത്തോളൂ. അപ്പോൾ എന്ത് വരും? a² - 5a + 10i ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്കറിയാം 2/2 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ λ² - ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? സോ ഈ മൈനസിന് ശേഷം വരുന്ന സാധനം 5 ആണ്, ഇവിടെ ട്രേസ് ആണ്. സോ നമുക്കറിയാം എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ കറസ്പോണ്ടിങ് കെയ്ലി ഹാമിൽട്ടൺ എന്താണ് വരിക? a² - ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു i ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് കെയ്ലി ഹാമിൽട്ടൺ. ഫ്രം കമ്പയറിങ് ട്രേസ് ഓഫ് എ ആണ് എന്ത് വരേണ്ടത്? 5 വരേണ്ടത് അല്ലേ. ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 5. ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. k + 1 ഇസ് ഈക്വൽ ടു 5, k ഇസ് ഈക്വൽ ടു 5 - 1 4. ഓപ്ഷൻ ഡി 4 ആണ് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3/3ൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ് വരിക? 3/3ൻ്റെ λ³ - ട്രേസ് ഓഫ് എ ഇൻറ്റു λ² പ്ലസ് -1 1 പ്ലസ് -2 2 പ്ലസ് -3 3 ഇൻറ്റു ലാംഡ minus determinant of A is equal to 0 is the characteristic for a 3/3 square matrix. 3/3 square matrix ൻ്റെ characteristic equation ആണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് കെയ്ലി ഹാമിൽട്ടൺ എന്താണ് വരിക? 3/3 ആണെങ്കിൽ a³ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു a² പ്ലസ് -1 1 പ്ലസ് -2 2 പ്ലസ് -3 3 ഇൻറ്റു എ മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു i ഇസ് ഈക്വൽ ടു 0. 2/2 ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, 3/3 ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും 3/3യുടെ കേസിൽ ട്രേസ് വരുന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ മൈനേഴ്സിൻ്റെ സമ്മ് വെച്ചിട്ടുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അതും പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, യെസ്. 49ാമത്തെ ചോദ്യം. The mean of the values 1 2 3 4 etc. up to n with respective frequencies 1 2 3 etc. up to n. മാധ്യം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആവൃത്തികൾ തന്നിട്ടുണ്ട്, ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ഫോർമുല അറിയാലോ, എന്താണ്? x bar is equal to sigma xi fi divided by sigma fi. സോ ഫ്രീക്വൻസി ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് ഫ്രീക്വൻസി തരികയാണെങ്കിൽ അപ്പം ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക. 1 × 1 പ്ലസ് 2 × 2 പ്ലസ് എക്സെട്ര പ്ലസ് n × n ഡിവൈഡഡ് ബൈ, അതായത് ഫ്രീക്വൻസി ഒബ്സർവേഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു ഫ്രീക്വൻസി കൂട്ടുക. 1 + 2 + 3 + എക്സെട്ര പ്ലസ് n. എന്താണ് വരിക? 1 + 1² പ്ലസ് 2² പ്ലസ് എക്സെട്ര പ്ലസ് n² ഡിവൈഡഡ് ബൈ 1 + 2 + എക്സെട്ര പ്ലസ് n. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6. താഴെ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n × n + 1 ഡിവൈഡഡ് ബൈ 2. n × n + 1 കട്ട് ചെയ്യാം,
2ഉം 6ഉം കട്ട് ചെയ്താൽ 3. ബാക്കി 2n+1 ഡിവൈഡഡ് ബൈ 3 വരും ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, പിന്നെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ മാനക വ്യതിയാനം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർത്ത് വയ്ക്കുക. √n² - 1/12 ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ 10 എണ്ണത്തിൻ്റെയൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ 10² - 1/12 കൊടുത്താൽ മതി. ഓക്കെ, വേരിയൻസ് എന്താണ്? വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഒഴിവാക്കിയാൽ മതി അല്ലേ. വേരിയൻസ് എന്ന് പറയുമ്പോൾ n² - 1/12 ഓർത്തിരിക്കണേ. സിഗ്മയും ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, 50ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലാസ്റ്റ് വൺ. കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. A = 2294 എന്ന മെട്രിക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 10 × A ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദ്യം. 10 × A ഇൻവേഴ്സ് എന്ത് വരും? ഓക്കെ, കാരണം മെട്രിക്സിൻ്റെ രൂപത്തിലാണെങ്കിൽ A ഇൻവേഴ്സ് എടുത്തിട്ട് എന്താണ്, A ഇൻവേഴ്സ് എടുക്കാൻ 2/2ൻ്റെ അഡ്ജോയിൻ്റ് എടുക്കാൻ ഷോർട്ട് കട്ട് അറിയാം. അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിൻ്റ് വെച്ച് A ഇൻവേഴ്സ് എടുത്തിട്ട് നമുക്ക് മെട്രിക്സിൻ്റെ രൂപത്തിലാണെങ്കിൽ ആ രീതിയിൽ പോയാൽ മതി. പക്ഷേ മെട്രിക്സിൻ്റെ രൂപത്തിലല്ല ഓപ്ഷൻസ്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ, കെയ്ലി ഹാമിൽട്ടൺ തിയറം ആണ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? എന്ത് വരും? λ² മൈനസ് ട്രേസ് 4 × 2 6 ലാംഡ പ്ലസ് ഡിറ്റർമിൻ്റ് 24 8 മൈനസ് 18 -10 വരും. ഓക്കെ, സോ -10 = 0. -10 = 0. കറസ്പോണ്ടിങ് കെയ്ലി ഹാമിൽട്ടൺ എഴുതിക്കേ. ഇതിൻ്റെ കറസ്പോണ്ടിങ് കെയ്ലി ഹാമിൽട്ടൺ എഴുതിക്കേ. എന്ത് വരും? A² - 6A - 10I = 0. ഓക്കെ, സോ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ത്രൂ ഔട്ട് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. A ഇൻവേഴ്സ് × A² A × എന്ന് എഴുതാം. -6 × A ഇൻവേഴ്സ് × A മൈനസ് 10 × A ഇൻവേഴ്സ് × I = 0. A ഇൻവേഴ്സ് × A ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. A ഇൻവേഴ്സ് × A ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. 6I മൈനസ് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ ഇൻവേഴ്സ് തന്നെയാണ് കിട്ടുക. 10 A ഇൻവേഴ്സ് = 0. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ A കൊണ്ട് ഗുണിച്ചാൽ A തന്നെ തിരിച്ചു കിട്ടും. -6I മൈനസ് 10 A ഇൻവേഴ്സ് = 0. -10 A ഇൻവേഴ്സ് അപ്പുറം എടുക്കാം. 10 A ഇൻവേഴ്സ് = A - 6I. ഓപ്ഷൻ ബി A - 6I ആണ് എന്ത് കിട്ടുക? ഫൈനലായിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ അറിയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ എക്സാമിന് മുമ്പ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.